ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പുട്ടുണ്ടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, പുട്ടിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് ഇത്ര പുതുമ എന്നല്ലേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായൊരു മണിപ്പുട്ടാണ്. മണിപ്പുട്ട് എന്ന് പറയുമ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ള റെസിപ്പി ഒന്നല്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന മണിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ് നമ്മൾ മണിപ്പുട്ട് ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ ചില്ലെടുക്കുമ്പോൾ വലിയ ഹോളുള്ള ചില്ലെടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം വലിയ ഹോളുള്ള ചില്ല്. അതിനേക്കാൾ വലിയ ഹോളുള്ള ചില്ലെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ഹോളിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ ഹോൾ നിങ്ങളുടെ കയ്യിലുള്ള ചില്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള മണിപ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ മണിപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടി എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ മണിപ്പുട്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ്. പിന്നെ മണിപ്പുട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട്. നമ്മൾ എടുക്കുന്ന അരിപ്പ സ്റ്റീലിൻ്റെ അരിപ്പായിരിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ ഉണ്ടാക്കിയാലും മണിപ്പുട്ട് പെർഫെക്റ്റ് ആവില്ല. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ മണിപ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മണിപ്പുട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ ഭാഗത്തിലുള്ള അരിപ്പൊടി അല്ല കേട്ടോ എടുക്കേണ്ടത്. ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പത്തിരിയുടെ ഭാഗത്തിലുള്ള അരിപ്പൊടി എടുക്കുക. പിന്നെ തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അരിപ്പൊടി ഒന്ന് നനച്ചെടുക്കാം. നനച്ചല്ല, ഇടിയപ്പത്തിൻ്റെ ഭാഗത്തിൽ കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ പുട്ടിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അരിപ്പൊടി നന്നായിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിന് പൊടി കുഴക്കില്ലേ, ആ രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടുതലായി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ചെറിയൊരളവിൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞു പോരുത് കേട്ടോ. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ കറക്റ്റ് അളവിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ ഈ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂട് മാറി വരുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂട് കുറഞ്ഞു വരട്ടെ, അതിനുശേഷം നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. പിഴിയാൻ എളുപ്പത്തിന് നിങ്ങൾ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നില്ല. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിയുമ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പ്ലേറ്റിൽ ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അരിപ്പൊടിയിലേക്ക് പിഴിഞ്ഞിടുക. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ചില്ല് വലിയ ചില്ലിടുക കേട്ടോ. വലിയ ഹോൾസുള്ള ചില്ല് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, വലിയ ഹോൾസുള്ള ചില്ലാണ് ഇട്ടിട്ടുള്ളത്, ചെറിയ ഹോൾസുള്ള ചില്ലല്ല ഇടേണ്ടത്. ഞാനപ്പോൾ ഈ പൊടിയിലേക്ക് നമ്മുടെ ഇടിയപ്പം പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ അവിടെ എവിടെയായിട്ട് ഇടുക, മുറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ്. കുറച്ച് പിഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊടിയുടെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു അരിപ്പ എടുക്കുക. വലിയ കണ്ണികളുള്ള അരിപ്പ എടുക്കുക. വലിയ കണ്ണികളുള്ള അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ ഇട്ടിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഈ അരിപ്പൊടി പോകാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുക അരിപ്പൊടി. ഇതിങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ പുട്ടിന് ആ ഒരു പച്ച ചുവ ഉണ്ടാവും കേട്ടോ അരിപ്പൊടിയുടെ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരെ നമ്മുടെ പുട്ട് ഊറ്റിയെടുക്കുക. പുട്ട് ഊറ്റി തേങ്ങ എടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ ഒരു വ്യത്യാസമല്ലേ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പുട്ടൂറ്റിയിലേക്ക്. പുട്ടൂറ്റിയിൽ ചില്ലിടാൻ മറന്നു പോരുത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മണിപ്പുട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക പുട്ടൂറ്റിയിലേക്ക്. അപ്പോൾ നിങ്ങൾ അരിക്കുമ്പോൾ എപ്പോഴും കുറച്ചായിട്ട് അരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇനി വീണ്ടും ഞാൻ സെയിം നമ്മൾ ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഈ പൊടിയിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കുകയാണ്. ഇടിയപ്പം പിഴിയുമ്പോഴും എപ്പോഴും കുറച്ചായിട്ട് തന്നെ പിഴിയുക. അതിന് മുകളിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് മാത്രം മിക്സ് ചെയ്യുക കേട്ടോ. വലിയ നീളത്തിൽ നമ്മൾ എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക്
കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നീളത്തിൽ എടുക്കരുതെന്ന് പറയുന്നത്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പുട്ടുകുറ്റി നിറച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ പുട്ടുകുറ്റി നിറച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ മണിപ്പുട്ടൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ തിളച്ച് ആവി വന്നതിന് ശേഷം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വലിയ ബോൾസാണ്, അത് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആവി വന്നു കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യത്തെ പുട്ട് വെച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള പൊടി കൊണ്ട് ഇതുപോലെ പുട്ടിൻ്റെ റെഡിയാക്കി വെക്കുക കേട്ടോ. തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നമ്മൾ പൊടിയിട്ടൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ റെഡിയാക്കി വെക്കാം. ആ പുട്ട് എടുത്തു കഴിയുമ്പോൾ വീണ്ടും ഉടനെ തന്നെ ഇതുപോലെ പുട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ പുട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളി മണിപ്പുട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നല്ല ചൂട് കടലക്കറിയും ആവി പറക്കുന്ന മണിപ്പുട്ടും റെഡിയായി കഴിഞ്ഞു. നിങ്ങളിങ്ങനെ മണിപ്പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വ്യത്യസ്തമായ ഒരു പുട്ടല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. മണിപ്പുട്ട് എന്ന് പറഞ്ഞാൽ ഉരുട്ടി ഉണ്ടാക്കുന്ന പുട്ടൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ പുട്ടും കടലക്കറിയും കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ കടലക്കറിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.